നമസ്കാരം. കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ പൊതുവെ ചെയ്തു വരുന്ന ഒരു ഫൗണ്ടേഷൻ മെത്തേഡാണ് ഇൻവെർട്ടഡ് ടി ബീം അല്ലെങ്കിൽ റാഫ്റ്റ് സ്ലാബ് ഫൗണ്ടേഷൻ എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ പൊതുവെ ടോപ്പ് സോയിൽ മാത്രമായിരിക്കും അല്പമെങ്കിലും ഹാർഡായിട്ടുള്ളത്, താഴത്തേക്ക് മുഴുവൻ ക്ലേ സോയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ എൻ്റയർ പ്ലിന്ത് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ കമ്പി കെട്ടി വാർത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഈ വർക്കിൽ നമ്മൾ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ വാൾ വരുന്ന എൻ്റയർ ഏരിയയിൽ ടെന്നിൻ്റെ കമ്പി മാറ്റായിട്ട് യു ബാർ വളച്ച് മാറ്റ് 15 സ്പേസിങ്ങിലിടും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും 10/15 സ്പേസിങ് ആയിരിക്കും. സെൻറ്ററിലൂടെ നമ്മൾ 16ൻ്റെ 4 കമ്പി വിത്ത് എക്സ്ട്രാ ബാർ ആസ് പെർ സ്ട്രക്ചറൽ ഡീറ്റെയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ എല്ലാ വാളിൻ്റെയും കോർണറിൽ 12ൻ്റെയോ 16ൻ്റെയോ നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ അനുസരിച്ച് ഒരു 6 കമ്പി പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ നമ്മുടെ സെൻറ്റർ പോർഷൻ, അതായത് വാൾ വരുന്ന ഏരിയ അല്ലാതെയുള്ള പോർഷനിൽ 8ൻ്റെ കമ്പി ഒരു 15 അകലത്തിൽ നമ്മൾ പ്ലേസ് ചെയ്യാറുണ്ട്. ഈ താഴത്ത് നമ്മൾ ചെയ്യുന്ന മാറ്റ്, അതായത് 10ൻ്റെ കമ്പി നമ്മൾ യു വളച്ചിടുമെന്ന് പറഞ്ഞത് 1 മീറ്റർ വിഡ്ത്തിലാണ് ഇടുന്നത്. എൻ്റയർ ഏരിയ കോൺക്രീറ്റ് ചെയ്യുന്നത് 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലായിരിക്കും. M20 മിക്സാണ് നമ്മൾ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബിൽഡിങ്ങിൻ്റെ 4 കോർണറിലും നമ്മൾ ബീമും വിത്ത് റാഫ്റ്റ് സ്ലാബ് പുറത്തേക്ക് ചാടിച്ചിടും. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു 1 മീറ്ററെങ്കിലും 4 മൂലയ്ക്കും ചാടിച്ചിടും. അതായത് നമ്മുടെ ബിൽഡിങ് കൂടാതെ പുറത്തേക്കൊരു ഓഫ്സെറ്റ് കൊടുത്ത് ആ ഒരു സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പിക്ചറിൽ കണ്ടതുപോലെ നമ്മൾ 4 കോർണറിലും കൊടുക്കാറുണ്ട്. ഇതാണ് ജനറലായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതിന് മുകളിൽ നമുക്ക് G+1 ഫ്ലോറ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.